വിനാശകാലേ വിപരീത വിദ്വേഷ ബുദ്ധി. അപ്പോൾ ഞാനിപ്പം കുറച്ച് മുമ്പ് ഇടുന്നപ്പോഴാണ് എൻ്റെ ഒരു പഴയൊരു പെട്ടി എടുപ്പാണ്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ പണ്ട് ഈ ബുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പെട്ടി എടുപ്പുണ്ടായിരുന്നു. അത് എത്രയോ നാൾ മുന്നേ, ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ, 10ാം ക്ലാസ് +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതെല്ലാം കൂടെ അതിന് മുന്നേ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ പെട്ടി ഞാനിങ്ങനെ ഇന്നലെ കണ്ടെന്നല്ല ശ്രദ്ധിച്ചു. പറഞ്ഞ ശേഷം ഞാൻ അതൊന്ന് എടുത്ത് അതിൻ്റെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അത് കുറേ പഴയ പുസ്തകങ്ങളോ പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, പുസ്തകങ്ങളും പിന്നെ ബുക്കുകളും ലേബറിൻ്റെയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ തുണി വെച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എൻ്റെ 9ാം ക്ലാസ് ഇൻഫർമേഷൻ ടെക്നോളജി 9ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ് അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് വരുമ്പോൾ ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും പുസ്തകങ്ങളും എന്താ പറയുക പത്രക്കട്ടീസും ബുക്കുകളും പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. കുറേ നാളേക്ക് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമാണെന്ന് തോന്നി സാധനം എല്ലാം പറക്കി വെച്ചത്. പിന്നെ വരുന്ന സാധനങ്ങൾ കുറേ വേണ്ടിയിട്ട് പറക്കി വെച്ച് കുറേ നാളായി. അതിന് ചനക്കിട്ടൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇതിനകത്ത് ഫുള്ള് ഇതേപോലെ വെള്ളമൊക്കെ കയറി പാറ്റയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പാറ്റയൊന്നുമില്ല. +2 കെമിസ്ട്രി. ഇതെൻ്റെതാ. കൈശ്വരം കാണുമ്പോൾ അറിയാം. യെസ്, ദിസ് ഈസ് മൈൻ. ടെൽ മീ വെയ്. ഇത് സ്കൂൾ മാസ്റ്ററാണ്. അതിനൊന്ന് ലേബറിൻ്റെ അല്ല, സ്കൂൾ മാസ്റ്ററായിരുന്നു വീട്ടിൽ. സൂപ്പർ സ്കോറർ. ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ബുക്ക് മേടിക്കാത്തതിന് നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ ഈ ബുക്ക് പുറത്തുനിന്ന് ആൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നോക്കിയാണ് അവർ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ പാഠത്തിലുള്ളത് അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ വിശ്വാസമാക്കാൻ വേണ്ടിയിട്ടാണ്. +2 പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ടീച്ചർ ഇത് മേടിക്കാത്ത ആൾക്കാരെയൊക്കെ പുറത്തിറക്കി നിർത്തുമായിരുന്നു. ഈ അതൊക്കെ ഒരു സമയമായിരുന്നു. ഇദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. BVHS എൻ്റെ അല്ല. ഞാൻ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ, അതായത് തൊട്ട് മുമ്പ് പാസ്സായ കുട്ടികളുടെ പുസ്തകങ്ങൾ മേടിച്ചിട്ട് വയ്ക്കാറുണ്ടായിരുന്നു. ആ സമയത്തുള്ള പുസ്തകം അത് കമ്പ്യൂട്ടർ സയൻസിൽ. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. പഠിപ്പിച്ചാണ് കുറേ ബുക്കുകൾ ഇട്ടുണ്ട്. എന്താ പണ്ട് ഇതൊക്കെ ആയിരുന്നു പുസ്തകം. APM എന്തൊക്കെ ലൈബ്രറി. അയ്യോ എൻ്റെ പുസ്തകം എൻ്റെ ബുക്ക് തന്നെ ആയിരിക്കണം അത്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കലാവിരുദ്ധകൾ ഒപ്പിക്കത്തുള്ളൂ.
ഈ തുറക്കം കൊണ്ട് കമോൺ ബേബി. എൻ്റെ ബുക്ക് തന്നെ അസൈൻമെന്റ് പുസ്തകം. ഇതെൻ്റെ കൂട്ടുകാരി ഈ സാധനം ഈ എഴുതിയേക്കുന്നു. ആരാന്ന് വശം പറഞ്ഞു, ആരാണോ ഇങ്ങനെ എഴുതിപ്പിച്ചത്? കമ്പ്യൂട്ടർ സയൻസ് സിനിമ സാറൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്കൊക്കെ ഇപ്പോഴും ഇരിക്കുന്നത്. എന്താ രസം. അയ്യോ അയ്യോ. ഇല്ലാത്ത കാമ ചേർത്ത് എഴുതിയൊരു സാധനമാണിത്. സൂര്യ ലിബർട്ടി സൂര്യ IT. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ പേരാണ്. ഐർക്കിഡലൻസ് എന്നുള്ളൊരു ഇതുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ്. +2 പഠിക്കുന്ന സമയത്തിന് മുന്നേ, ആ സമയത്ത് മുന്നുള്ളതാണ്. പിന്നീട് അത് വേറെ ആരുണ്ടൊക്കെ ആ പേരിൽ അക്കൗണ്ട് ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ +2 പഠിക്കുന്ന ഞങ്ങളുടെ ടീമിലൊരു മൊഡാസ് എന്നായിരുന്നു. ടീം മൊഡാസ്. ഹായ്. ഇപ്പോൾ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് നമ്മുടെ ഞാൻ പണ്ട് ഇതിനകത്ത് കുറച്ച് മഞ്ചാടിക്കുരു നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മഞ്ചാടിക്കുരു കുപ്പിയിൽ ഞാൻ പടം വരച്ചിട്ടുണ്ടായിരുന്നു. മഞ്ചാടിക്കുരു സത്യം പറഞ്ഞാൽ ഈ കുരു ഇതുവരെ കേട് വന്നിട്ടില്ല. കുറേ നാളായി ഞാൻ ഈ കുപ്പി എടുത്തിട്ട് തന്നെ കണ്ടിട്ട് തന്നെ 2-3 വർഷത്തിൽ കൂടുതലായി. അതിന് മുന്നേ കുറേ നാൾ മുന്നേ പറക്കി വെച്ചതാണ് ഈ മഞ്ചാടി കുരുവൊക്കെ. എന്തുകൊണ്ട് ഇത് കേടായാലും എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഇവിടെ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു വീട്ടിൽ മരം ഉണ്ടായിരുന്നു മഞ്ചാടിയുടെ. അവിടുന്ന് പാക്കിക്കൊണ്ട് വന്നതാണ്. ഇത് സാധാരണ ഒരു കുരുവാണ്. കുരു സാധാരണ ഞാൻ വിചാരിച്ചത് കേടായി എൻ്റെ ആത്മാവൊക്കെ പുറത്തെന്ന് വിചാരിച്ചു. മരം വെട്ടിക്കളഞ്ഞിട്ടേ മൂലം ചോദിച്ചു. ഫുഡ് കാര്യം പിന്നെ വൃത്തിയിടുന്നതായിരിക്കില്ലേ. ഇതിൻ്റെ ഒരു പഴയ റീബാൻ ക്ലാസ് ഉണ്ട്. ഗിനേഷൻ എനിക്ക് തന്ന ക്ലാസ്സാണ്. ഗിനേഷൻ പണ്ട് കിട്ടിയ ഗിഫ്റ്റുകളുടെ വിധികളും പേരുകളൊക്കെ ഉണ്ട്. ഞാനതൊന്നും കളഞ്ഞിട്ടില്ല. ഇത് ലിങ്കയുടെ നേരത്തെ ഞാൻ പണ്ട് എനിക്ക് കിട്ടിയതും മേടിച്ചതായിട്ടുള്ള കുറേ സാധനങ്ങളുടെ കവറുകളും ഒക്കെയാണ്. ഇതിൻ്റെ ഒരു പഴയ പേഴ്സാണ്. ഈ പേഴ്സിന് വന്നിട്ടൊരു കുറേ കൊല്ലത്തെ പഴക്കമുണ്ട്. ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് മറ്റേ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ പേഴ്സ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഈ പേഴ്സ് മാറ്റിയതല്ല മീൻസ് മാറ്റി വെച്ചതാണ്. അതെന്തൊക്കെയുണ്ടോ നോക്കട്ടെ. ഇവിടെ ഏതോ ഒരു താക്കോൽ എന്തിൻ്റെയാണെന്നുണ്ടോ ഇതിനകത്തൊന്നുമില്ല. പിന്നില്ല. ഇന്നൊരു പഴയ ജോലിയുടെ ഐഡി കാർഡ്. ഇതൊക്കെ എന്തൊക്കെയോ കുറേ പേപ്പേഴ്സ് ഉണ്ടല്ലോ. ഒരു പഴയ ഫോൺ. വേറെ കുറേ ഫോണൊക്കെ ഉൾപ്പെടെ കാണിച്ചു തരാം. പണ്ട് നമ്മുടെ കൂട്ടുകാരൻ മുഖസിനുണ്ട്. അവനെ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. ഇത് പണ്ട് ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റാണ്. പക്ഷെ അത് അവർ പ്രൊഡ്യൂസേഴ്സ് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അതും പഴയ ഇതൊക്കെ നൊസ്റ്റാൾജികളാണ്.
വെറും ഒരു കവറായിരുന്നു. വിനാശകാലേ വിപരീത വിദേശ ബുദ്ധി. വല്യേട്ടനെ കിടക്കണം. ഇത്രയൊക്കെ തൊഴിൽ. അപ്പോൾ കണ്ടതാണ് ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാസറ്റ്സുകൾ. ഒരു മറ്റേ പഴയ എൻ്റെ പേരെങ്കിലും ടേപ്പിലൊക്കെ എടുക്കും ആ സാധനം. പിന്നെ മറ്റേതിൻ്റെ പഴയ കുറച്ച് ലിസ്റ്റാൾ സാധനങ്ങളാണ്. ഞാൻ കുറച്ച് ഫോണോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ് എടുത്ത് വെച്ചാൽ അത് ഒരുപാട് പഴയതൊന്നുമില്ല. പിന്നെ ഐഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പോയതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫോണാണ്. എനിക്ക് ബില്ലായിരുന്നു ഫോൺ. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഫോണുകളാണ്.